മോചനം അനുഭവങ്ങൾ നന്ദനർ അവസാന ഭാഗം. സ്ഥലത്തെ ട്രാവലേഴ്സ് ബംഗ്ലാവിൽ വെച്ച് പട്ടാളത്തിലേക്കും ആളെ എടുക്കുന്ന ദിവസം. ഗോപി അന്ന് പതിവിലും നേരത്തെ എഴുന്നേറ്റ് പുഴയിൽ പോയി കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുതു വന്നു. ചെറിയമ്മ കൊടുത്ത ചായച്ചണ്ടി കൊണ്ടുണ്ടാക്കിയ കട്ടൻ ചായയും 2 ചുട്ട പപ്പടവും അമ്മ തയ്യാറാക്കി വെച്ചിരുന്നു. അതെടുത്തു കഴിച്ചു. പട്ടാളത്തിൽ ചേരാൻ ആവശ്യമായ ശാരീരിക യോഗ്യതകളൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഇന്ന് പട്ടാളത്തിൽ ചേരാൻ പോയി നോക്കണം. നാട്ടിലെ ഈ ഇരിപ്പിന് എന്താണ് അർത്ഥം? കേശവ മാവനിൽ നിന്ന് യാതൊരു വിവരവുമില്ല. അമ്പി അയ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏട്ടൻ്റെ കാര്യം ആലോചിക്കുകയേ വേണ്ട. ആരാണൊരാശ്രയം? ആരുമില്ല. പട്ടാളത്തിൽ ചേരാൻ പോകുന്ന കാര്യം രാമൻ നമ്പൂതിരിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, പട്ടാളത്തിൽ ചേരാൻ ഒന്ന് പോയി നോക്കിയാലോന്നുണ്ട്. തരക്കേടില്ല, പോയി നോക്ക്. രാമൻ നമ്പൂതിരിയോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യുന്ന പതിവില്ല. തന്നെ സംബന്ധിച്ചിടത്തോളം കാണപ്പെട്ട ദൈവമാണ് അദ്ദേഹം. ദൈവകാരുണ്യം കൊണ്ടും രാമൻ നമ്പൂതിരിയുടെ അനുഗ്രഹാശിസ്സു കൊണ്ടും പട്ടാളത്തിൽ ചേരാൻ കഴിഞ്ഞാൽ എത്ര നന്നായിരിക്കുന്നു. തൂക്കം, ഉയരം, നെഞ്ചളവ് ഇതൊക്കെ ആവശ്യത്തിനുള്ളത്ര തനിക്കുണ്ടോ? തൂക്കം വർദ്ധിപ്പിക്കാൻ കുറേ നേന്ത്രപ്പഴം തിന്ന് വെള്ളം കുടിച്ച് പോയാൽ മതിയെന്ന് കേട്ടിട്ടുണ്ട്. അതിന് നേന്ത്രപ്പഴം വാങ്ങാൻ കാശെവിടെ? നേന്ത്രപ്പഴത്തിൻ്റെ കാര്യം പോകട്ടെ, ഇന്ന് ഊണ് കഴിക്കാൻ എന്താ വഴി? ഇന്നലെ ഉച്ചയ്ക്ക് ലേശം ചോറുണ്ടതാണ്. രാത്രി വെറും പച്ചവെള്ളം കുടിച്ചു കിടന്നു. ഊണ് കഴിച്ചിട്ട് പട്ടാളത്തിൽ ചേരാൻ പോകാൻ എന്താണൊരു വഴി? ചെറിയമ്മ വിചാരിച്ചാലേ നിവർത്തിയുള്ളൂ. ഗോപി നാലുകെട്ടിലേക്ക് നടന്നു. ചെറിയമ്മ കൂട്ടാനും കഷ്ണം നുറുക്കുകയാണ്. ഒരു പാട്ട് മൂളുന്നുണ്ട്. എൻ്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിനു പോകണം, കൃഷ്ണാട്ടത്തിനു പോയാൽ പോരാ, കൃഷ്ണൻ തന്നെ കെട്ടണം. സന്തോഷഭാവത്തിലാണ് ചെറിയമ്മ. ചെറിയമ്മ സന്തോഷവതിയായിരിക്കുമ്പോൾ വല്ലതും ചോദിച്ചാൽ ചിലപ്പോൾ തരാറുണ്ട്. ചെറിയമ്മേ, എന്താ ഗോപിയെ? സന്തോഷാവസ്ഥയിൽ തന്നെയാണ് ചെറിയമ്മ. അല്ലെങ്കിൽ എന്താന്ന് മാത്രമേ ചോദിക്കൂ. എന്താ നിൻ്റെ കൂടെ ഗോപിയെ എന്ന് കൂട്ടിച്ചേർത്ത് വിളിക്കില്ല. ഒരു 2 അരി തരുമോ? 2 അരിയോ? എവിടുന്നാ ഇവിടെ അരി? എനിക്ക് ഒരിടത്തോളം പോകാനുണ്ട്. ഊണ് കഴിച്ചു പോണമെന്നുണ്ട്. അവിടെ ചെന്നാൽ ചോറ് അവർ തരില്ലേ? എന്ത് പറയണമെന്നറിയാതെ ഗോപി സംശയിച്ചു നിന്നു. ചെറിയമ്മേ, അവൻ വീണ്ടും വിളിച്ചു. എന്താ ഗോപിയെ? ഇല്ലാന്ന് പറയരുത്, അവൻ ഗദ്ഗദത്തോടെ പറഞ്ഞു. നിനക്ക് എന്താ അത്ര സങ്കടം? സങ്കടമൊന്നുമില്ല. പിന്നെ നിന്നെ കണ്ട കരയാൻ നിൽക്കണ മാതിരി ഉണ്ടല്ലോ. ഒരു വെളിപാടുണ്ടായതുപോലെ ചെറിയമ്മ എഴുന്നേറ്റ് മഞ്ചപ്പത്തായം തുറന്ന് 2 അരി ഒരടുക്ക് ചെമ്പിലാക്കി ഗോപിക്ക് കൊടുത്തു. അരി അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അമ്മേ, 2 അരിയുണ്ട്, ചെറിയമ്മോട് വാങ്ങിയ. എന്തേ ആവോ ഓൾക്ക് തരാൻ തോന്നാൻ? അമ്മ ചോറും ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് ഒരു പുളിങ്കറിയും ഉണ്ടാക്കി. ഗോപി സുഖമായി ഊണ് കഴിച്ച് എഴുന്നേറ്റു. ഇറക്കമില്ലാത്ത ഷർട്ടെടുത്തു ധരിച്ചു. അവൻ അമ്മയെ വിളിച്ചു. അമ്മേ. എന്താ? ഞാൻ പട്ടാളത്തിൽ ചേരാൻ പോവുകയാണ്. പട്ടാളത്തിൽ ചേരാനോ? ആരോടെങ്കിലും ചോദിച്ചോ? ചോദിച്ചു. ആരോട്? ഒരാളോടെ എനിക്ക് ചോദിക്കാനുള്ളൂ, രാമൻ നമ്പൂതിരിയോട്. അദ്ദേഹത്തോട് ചോദിച്ചു. എന്നിട്ട് എന്തേ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിന് സമ്മതമാണ്. പിന്നെ അമ്മ ഒന്നും പറഞ്ഞില്ല. ഗോപി രാമൻ നമ്പൂതിരിയെ ഓർത്തു. അദ്ദേഹം മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന സങ്കല്പത്തോടെ മനസ്സിലുരുവിട്ടു. ഞാൻ പട്ടാളത്തിൽ ചേരാൻ പോവുകയാണ്, എന്നെ അനുഗ്രഹിക്കൂ. ശരി ഗോപി, നീയ് നന്നായി വാ. രാമൻ നമ്പൂതിരിയുടെ കൈകൾ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നത് പോലെ തോന്നി. പിന്നെ അവൻ അമ്മയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. നിസ്സഹായയായ അമ്മ തേങ്ങി തേങ്ങി കരഞ്ഞു. ഗോപി വീട്ടിൽ നിന്നിറങ്ങി. ട്രാവലേഴ്സ് ബംഗ്ലാവിൽ എത്തുന്നതുവരെ അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ട്രാവലേഴ്സ് ബംഗ്ലാവും പരിസരവും പട്ടാളത്തിൽ ചേരാൻ വന്നവരെ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. നാനാജാതി മതസ്ഥരായ ചെറുപ്പക്കാർ. ചെറുമൻ കുഞ്ഞാക്കനെയും കണ്ടു കൂട്ടത്തിൽ. അവനും പട്ടാളത്തിൽ ചേരാൻ വന്നതാണെന്ന് മനസ്സിലായി. പരിശോധനയ്ക്ക് വിധേയരായവരുടെ കൂട്ടത്തിൽ ഗോപിയുടെ പരിശോധനയും കഴിഞ്ഞു. ഫലമറിയാൻ ഉത്കണ്ഠയോടെ അവൻ കാത്തിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ താനും ഉണ്ടാവില്ലേ? അവസാനം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ വിളിക്കാൻ തുടങ്ങി. ഓരോ പേര് വിളിക്കുന്തോറും ഹൃദയമിടിപ്പ് വർദ്ധിച്ചു കൊണ്ടിരുന്നു. പാടമ്പത്തുപറമ്പിൽ ഗോപിനാഥൻ സന്തോഷം കൊണ്ട് ഞെട്ടിപ്പോയി. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തൻ്റെ പേരും വിളിച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ രാമൻ നമ്പൂതിരിയുടെ ശബ്ദം കേൾക്കുന്നതായി തോന്നി. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പട്ടാളത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെ അന്ന് വൈകുന്നേരം തന്നെ ബസ്സിൽ കണ്ണൂരിലേക്ക് അയച്ചു. വഴിമധ്യേ ബസ് അങ്ങാടി
റോഡിലൂടെ നീങ്ങുമ്പോൾ ഗോപി വലത്തോട്ട് നോക്കി. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ ഉയർന്ന ഗോപുരവും ദീപസ്തംഭവും കണ്ടു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ മുകുളിതഹസ്തനായി തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. എൻ്റെ തിരുമാന്താംകുന്നിൽ അമ്മേ, രക്ഷിക്കണേ.